നമസ്കാരം. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അലയടിച്ച ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് മെഡിക്കൽ വിദ്യാർത്ഥിനി, അതായത് മെഡിക്കൽ ഡോക്ടറായ ഒരു യുവതി ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവം. അത് വലിയ രീതിയിൽ പശ്ചിമ ബംഗാളിനെ പിടിച്ചു കുലുക്കി എന്ന് വേണം പറയാൻ. അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധത്തിന്റെ ഒരു കടൽ ഇരുമ്പെന്ന രീതിയിലായിരുന്നു പശ്ചിമ ബംഗാളിൽ സ്ഥിതിഗതികൾ പോയത്. വൻ പോലീസ് സന്നാഹങ്ങളടക്കം കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സർക്കാരുകൾ ഉൾപ്പെടെ പശ്ചിമ ബംഗാളിലെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ ഗവർണർ ആനന്ദ ബോസ് നിർണായകമായ ഒരു നീക്കം തന്നെ എടുത്ത് പശ്ചിമ ബംഗാളിലെ മുഴുവൻ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാക്കുന്നു. രാജ്ഭവൻ തന്നെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു പോലീസിനും. ലോ ആൻഡ് ഓർഡർ ഈ രീതിയിൽ പോകണം, ഇങ്ങനെ ലോ ആൻഡ് ഓർഡർ പോകണമെന്നും. കൂടാതെ ആനന്ദ ബോസ് തന്നെ നേരിട്ട് ഇറങ്ങി സ്ത്രീകളോട് പറയുന്നു, നിങ്ങളുടെ സുരക്ഷ ഇനി എന്റെ കയ്യിൽ തന്നെയാണ്, ഇനി നിങ്ങൾക്ക് യാതൊരു പ്രശ്നമുണ്ടാകില്ല, ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. ഗവർണർ തന്നെ അവിടെ ഗവർണറുടെ അധികാരം അവിടെ പ്രയോഗിക്കുന്നു ഉൾപ്പെടെയുള്ള പല സംഭവങ്ങളും നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടതാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്, അതായത് ഒരു വാർത്ത എന്നാൽ പശ്ചിമ ബംഗാളിൽ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രതി സഞ്ജയ് റോയ്ക്ക് ആജീവനാന്തം ജയിൽ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് മരണം വരെ ജയിലിൽ കിടക്കുക എന്ന ഒരു ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു അർത്ഥത്തിൽ ജീവപര്യന്തമാണ്, ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നുവെങ്കിലും കോടതി അടിവരയിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, ജീവിതാവസാനം വരെ, മരണം വരെ ജയിലിൽ തന്നെ കിടക്കുക, പരോളോ അങ്ങനെ യാതൊരുവിധ സംവിധാനങ്ങളും, പരോളോ ഉൾപ്പെടെയുള്ള ഒരു പരിഗണനയും ഇല്ല എന്ന രീതിയിലാണ് കോടതി അടിവരയിട്ട് പറയുന്നത്. സാധാരണഗതിയിൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷമാണ് ലൈഫ് ഇംപ്രിസ്മെന്റ് എന്ന് പറയുന്നത്, ജീവപര്യന്തം എന്ന് പറയുന്നത്. അത് നല്ല നടപ്പ് ആയി എന്ന് കോടതി, അത് ജയിലധികൃതർക്ക് ബോധ്യപ്പെട്ട് കണ്ട് കോടതിയിലേക്ക് രേഖകൾ കൊടുത്ത 10 വർഷമായി അതിനെ കുറയ്ക്കും എന്നതാണ് ജീവപര്യന്തത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ഈ പശ്ചിമ ബംഗാളിലേക്ക് കേസ് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു മാനസിക പരിഗണന ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ 50,000 രൂപ പിഴ ഉൾപ്പെടെ പ്രതികളിൽ നിന്നും ഈടാക്കാനും കോടതി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. കൂടാതെ കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതി പോലീസ് സിവിൽ വോളണ്ടിയർ ആണ്. അത് മാത്രമല്ല, അന്ന് ആ സംഭവം നടന്ന സമയത്ത് തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ഗുണ്ടകൾ തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൽ ഒരു തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെ ഒരു ശ്രമം നടത്തി. പോലീസിന്റെ ഭാഗത്തു നിന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയുണ്ടായി. അതുപോലെ തന്നെ ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിനെ CBI തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ തന്നെ ആ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിനെ മമതാ ബാനർജി ഇടപെട്ട് ആ രാത്രിയോടുകൂടി തന്നെ മാറ്റുകയും പിറ്റേ ദിവസം വേറൊരു ആശുപത്രിയിലേക്ക് പുനർനിയമനം നടത്തിയതും വലിയൊരു പ്രതിഷേധത്തിന് ഇരമ്പി എന്ന് വേണം നമുക്ക് പറയാൻ. കൂടാതെ തന്നെ പെൺകുട്ടികളുടെ ഉത്തരവാദിത്തം അത് സ്റ്റേറ്റിനാണ്, അതായത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി, പശ്ചിമ ബംഗാൾ സർക്കാരിനാണ് പെൺകുട്ടികളുടെ ഉത്തരവാദിത്തത്തിന്റെ, അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടത്. അതായത് പശ്ചിമ ബംഗാളിലെ എല്ലാ പെൺകുട്ടികളുടെയും സുരക്ഷയുടെ കാര്യം സ്റ്റേറ്റിനാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ 17 ലക്ഷം രൂപ പെൺകുട്ടികളെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിൽ ജഡ്ജി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രതി ചെയ്ത കുറ്റം നോക്കുമ്പോൾ, കോടതിയുടെ നിരീക്ഷണത്തിൽ നോക്കുമ്പോൾ വധശിക്ഷ തന്നെ നൽകണമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ വധശിക്ഷ വിധിക്കുന്നില്ല, അതിന് പകരമാണ് ജീവിത അവസാനം വരെ ഒരു ആജീവനാന്ത തടവ് ശിക്ഷ. കാരണം പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസാന്തരം വന്നാലോ എന്നൊരു കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നിട്ടാണ് വധശിക്ഷ ഒഴിവാക്കി ലൈഫ് ഇംപ്രിസ്മെന്റ്, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്ന രീതിയിലേക്ക് എത്തുന്നത്. ഇതിൽ പ്രതി പറഞ്ഞ ഒരു പോയിന്റ് കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കാര്യം, താൻ കുറ്റം ചെയ്തിരുന്നുവെങ്കിൽ തന്റെ കഴുത്തിലുള്ള രുദ്രാക്ഷമാല പൊട്ടിപ്പോകുമായിരുന്നുവെന്ന് പ്രതി പറഞ്ഞു. ഇതൊന്നും തന്നെ പ്രതി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, ഒരു IPS ഉദ്യോഗസ്ഥനും ഞാൻ മാത്രമല്ല കുറ്റവാളികൾ, വേറെ കുറ്റവാളികൾ പുറത്തുണ്ടെന്നും IPS ഉദ്യോഗസ്ഥർ അടക്കം ഈ കേസുകളിൽ പങ്കുണ്ട് എന്നടക്കം പ്രതിയുടെ ഒരു തുറന്നു പറച്ചിൽ, കോടതിയോടുള്ള ഒരു തുറന്നു പറച്ചിൽ ഇനി വരുന്ന ആളുകളിൽ കേസ് രണ്ടാം ഭാഗത്തിലേക്ക് കൂടുതൽ ഒരു അന്വേഷണം നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം.